ഉന്മേഷ് 4 മണിവരെ എം ഡിയുടെ വീട്ടിൽ പൊതുദർശനം തുടരും. അതായത് ഇനി 2 മണിക്കൂർ മാത്രമേ ഈ പൊതുദർശനത്തിൻ്റെ സമയം ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. നേരത്തെ ഹാഷ്മി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഈ അവസാന മണിക്കൂറിലും വലിയ രീതിയിൽ എം ഡിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം കൃത്യം 4 മണിക്ക് തന്നെ മൃതദേഹം ഈ മാവൂർ റോഡിലുള്ള സ്മൃതിപഥം എന്ന പേരിലുള്ള ഈ പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കും. നേരത്തെ ഈ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതുപോലെ വിലാപയാത്ര ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഔദ്യോഗികമായ ഒരു വിലാപയാത്ര ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും നിരവധി ആൾക്കാർ ഈ വഴിയോരങ്ങളിലെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ ഒരു വിലാപയാത്രയായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് എം ഡിയുടെ വീട്ടിൽ നിന്നും ഈ ശ്മശാനത്തിലേക്കുള്ളത്. ഞാനിപ്പോൾ ഈ സ്മൃതിപഥം എന്ന ശ്മശാനത്തിലാണുള്ളത്. സമീപകാലത്താണ് ഇത് ഒരു സാധാരണ ശ്മശാന കേന്ദ്രം മാത്രമായിരുന്നു. സമീപകാലത്ത് ഇത് നവീകരിച്ച് സ്മൃതിപഥം എന്ന തരത്തിൽ ഒരു രൂപത്തിൽ കുറേ കൂടി ഇതിൽ ഒരു വിശാലമായ സ്ഥലം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന തീയതി ഈ മാസം 29 പക്ഷേ എം ഡിയുടെ വിയോഗമുണ്ടായതിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയതാണ്. ആദ്യമായി ഒരു സംസ്കാര ചടങ്ങ് ഇവിടെ നടക്കുന്നത് എം ഡിയുടെയാണ്. അങ്ങനെ ഒരു നിയോഗം, അതായത് ഇത്തരത്തിലൊരു നവീകരണം ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായി സംസ്കാര ചടങ്ങ് നടക്കുന്നു. അങ്ങനെ ഒരു നിയോഗം കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഔദ്യോഗികമായ ബഹുമതികൾ ഉണ്ടാകും. നേരത്തെ നമുക്കറിയുന്നത് പോലെ തന്നെ കുടുംബം ബന്ധുക്കൾ ആവശ്യപ്പെട്ടതുപോലെ വീട്ടിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള ഈ ഔദ്യോഗികമായ ബഹുമതികൾ ഇവിടെയായിരിക്കും, അത്തരം നടപടികൾ ഇവിടെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വളരെ പെട്ടെന്ന് ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് ഗ്യാസ് ശ്മശാനമാണ്. അത്തരം ചടങ്ങുകൾ വളരെ പെട്ടെന്ന് അത്തരം നടപടികൾ പൂർത്തീകരിക്കപ്പെടും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ എം ടി അവസാനമായി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മാവൂർ റോഡിലെ ശ്മശാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും നിരവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയും അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ പരിസര പ്രദേശങ്ങളിലും ഒരുപാട് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. എന്തായാലും ഇവിടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഭൗതികമായി എം ഡിക്ക് ഈ നാട് വിട പറയും. പക്ഷേ എം ഡിയുടെ സൃഷ്ടികൾ രചിച്ചിട്ടുള്ള കഥകൾ അതിലൂടെ എം ഡി ജീവിക്കും, അമരത്വമുണ്ടാകും, അനശ്വരനായി ജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ അത്തരം നടപടിക്രമങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ.